അടികപ്പേരെ കൂട്ടമണി ഉറിയടി എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് അടിനാശം വെള്ളപ്പൊക്കം. ആ സിനിമയോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. സേ നോ ടു ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ ആ തീം ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഷോർട്ട് ഫിലിമുകളാണ് ഞങ്ങൾ വേണ്ടത്. അപ്പോൾ ഈ വരുന്ന ഷോർട്ട് ഫിലിമുകളിൽ നിന്നും വിജയിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അതെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാരണം. ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമകളുടെ കൂടെ ഫീച്ചർ ഫിലിമിന്റെ കൂടെ ഈ പറയുന്ന പോലെ ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതൊരു അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നവംബർ 18 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് ഇതിന് എൻട്രികളെല്ലാം ക്ഷണിക്കുന്നു. നമ്മൾ കണ്ട് മടുത്തതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എന്താ പറയുന്നത് വേറെ രീതിയിൽ ഇതിനെ കാണാം. എങ്ങനെ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യണം. അത് ഇപ്പോൾ പലരുടെയും ഭാവനകൾ വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നല്ല നല്ല ഐഡിയാസ് ചിലപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ സെൻസർ ബോർഡ് തന്നെ ചിലപ്പോൾ അംഗീകരിച്ച് ചിലപ്പോൾ നാളെ ചിലപ്പോൾ അതായിരിക്കാം ഈ പറയുന്ന മുമ്പ് ചിലപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നമുക്ക് കാരണം പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഈ സിനിമ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു കോമഡി എന്റർടൈനറാണ്. അതിനകത്തൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കണ്ടന്റ് ആണ്. അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ കാണിക്കുകയോ ഒന്നുമല്ല. അപ്പോൾ ഇതൊരു സോഷ്യൽ അവയർനെസ് എന്നും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയിലെ ഒരു വലിയൊരു ദുരന്തമാണ്. അപ്പൊ അതിനെതിരായിട്ട് നമുക്കൊരു അവയർനെസ് പോലെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ മഞ്ചിപ്പിള്ള ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യില്ല. മഞ്ചിപ്പിള്ളക്ക് കഥകളും കാര്യങ്ങളൊക്കെ എല്ലാം ഗ്രഹിച്ചിട്ടാണ് മഞ്ചിപ്പിള്ള കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റാണ്. സംശയമില്ല. കാരണം എല്ലാം അറിയാവുന്ന എല്ലാത്തിനെയും ധരിച്ച് ഇറക്കി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് മഞ്ചിപ്പിള്ള. അതുപോലെ എല്ലാവർക്കും ആശംസകൾ. അടിപൊളിയാവട്ടെ. അടിച്ച് പൊളി. സംവിധായകൻ പറയുന്നതാണ്. പുള്ളി ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് എനിക്ക് പല സമയങ്ങളിലും പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരു പൂർണ്ണമായൊരു യൂത്തിൻ്റെ സിനിമയാണ്. ഒരു ക്യാമ്പസ്, ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു ഫൺ ത്രില്ലർ സിനിമയായിട്ടാണ് വർഗീസ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു സിനിമയുടെ 65-70% സീനുകളും ഒരു ക്യാമ്പസ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിനകത്തായിരുന്നു. കുട്ടിക്കാനം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജുമാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിന് ചില പോർഷൻസുകളിൽ കൂടിയാണ് ഈ ചിത്രത്തിന് ഒരു പുതിയ ട്വിസ്റ്റ് വരുന്നത്. ആ ട്വിസ്റ്റ് അതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റു വിചാരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പലാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, ഫുൾ ത്രില്ലറാണെന്ന് ഞാൻ പറയായിരുന്നു. അത് ഡയറക്ടർ പറഞ്ഞ ക്യാമ്പസാണ് യൂത്തിനെ ഏറെ ആകർഷിക്കുന്ന സിനിമ തന്നെയായിരിക്കും. ഒപ്പം ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം യുവാക്കളിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം അണിയറ പ്രവർത്തകർക്ക് തോന്നിയതും ഇങ്ങനെ ഒരു മീഡിയ മീറ്റ് സംഘടിപ്പിക്കാൻ സാഹചര്യമൊരുക്കിയതും അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമ നന്നായ രീതിയിൽ ഡിസംബർ 5 എത്തുകയാണ്. വേണ്ട പ്രോത്സാഹനം